അങ്ങനെ ഉണ്ണി മുകുന്ദൻ്റെ ഇഷ്യൂ നല്ല തകൃതിയായിട്ട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസ സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വാർത്ത ഞാൻ രാവിലെ ഇങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് കാണുന്നത് ഇങ്ങനെയാണ്. ടൊവിനോ ചിത്രത്തെ പ്രശംസിച്ച് പറഞ്ഞു മാനേജർ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറിന് ഉണ്ണിമുകുന്ദൻ പൊതിരെ തല്ലി, ഉണ്ണിമുകുന്ദനെതിരെ പരാതിയുമായി മാനേജർ. ഇങ്ങനെ രാവിലത്തെ പത്രങ്ങളെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അലക്കുകയാണ് ഉണ്ണിമുകുന്ദനെതിരെ. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി. കാരണം പൊതുവേ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ എന്താണ് ചെയ്യണത്, പത്രമാധ്യമങ്ങളല്ല, നമ്മളെ മൊത്തത്തിലുള്ള മാധ്യമങ്ങൾ കാള പറ്റുമെന്ന് അറിഞ്ഞാൽ തന്നെ കയറെടുക്കുന്ന ടീംസാണ്. സോ ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യും. കാരണം ഇതിൽ ഉണ്ണിമുകുന്ദൻ എന്താണ് പറയാനുള്ളതെന്നും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ പുള്ളി പരാതി കൊടുത്ത് ഇങ്ങനെ കാർ പാർക്കിങ്ങിൽ വിളിച്ചു നിർത്തി തല്ലി കരണത്തടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. അതിന് CCTV ദൃശ്യങ്ങളെ കൊണ്ടുവന്ന് വലിയ വീരവാദത്തിൽ വാർത്താ ചാനലിലൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ. ഇപ്പോൾ സത്യങ്ങൾ തെളിഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒരാളെ അവിടെ വെച്ച് തല്ലിയിട്ടേ ഇല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. CCTV ക്യാമറയിൽ നോക്കി പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ കണ്ണാടി താഴെ എടുത്തിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും എന്തോ സംസാരമായിട്ടുണ്ട്, ഇഷ്യൂ ആയിട്ടുണ്ട്, അത് വ്യക്തമാണ്. അവിടെ വെച്ച് ഈ ഉണ്ണിമുകുന്ദൻ 2-3 വട്ടം പറയുന്നുണ്ട് കണ്ണാടി എടുത്തിട്ട് സംസാരിക്കുക. അങ്ങനെ എന്തോ പുള്ളി എടുക്കാത്തതുകൊണ്ട് ഈ കണ്ണാടി എടുത്ത് ഇടുന്ന ഒരു സംഭവം മാത്രം നടന്നിട്ടുണ്ട്. ബാക്കി നടന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളി ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പുള്ളി ആക്ച്വലി ഉണ്ണിമുകുന്ദൻ്റെ മാനേജറേ അല്ല. ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു മാനേജറേ ഇല്ല. ഈ പുള്ളി സ്വന്തമായിട്ട് ഞാനൊരു PR ഏജൻറ്റാണ്, ഞാനൊരു PR വർക്കൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. സോ ഈ പുള്ളി റീസെൻ്റ്ലി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നരിവേട്ട മൂവി കണ്ടതിന് പ്രശംസിച്ചതിന് ഉണ്ണിമുകുന്ദൻ തല്ലി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പുള്ളിയുടെ പോസ്റ്റൊക്കെ എടുത്ത് നോക്കി ഈ പുള്ളി ടൊവിനായിട്ട് ഒരുപാട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. സോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉണ്ണിമുകുന്ദനെയും ടൊവിനെയും തമ്മിൽ തെറ്റിക്കുക, അത് മാത്രമല്ല ഇവർ തമ്മിലാണ് എന്തോ മത്സരം നടക്കുന്നത് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രം. അതാണ് ഈ നടന്ന ഈ ഒരു ഇഷ്യൂ. പക്ഷെ അത് സിനിമയും ബാധിച്ചിട്ടില്ല, ഇവിടെ ഉള്ള ഒരാളെയും ഒരു നടനെ ഇപ്പോൾ ടൊവിനെയും ഉണ്ണിമുകുന്ദനെ ഈ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിമുകുന്ദനെ ഇങ്ങനെ അവരെ വിളിച്ച് ടൊവിനെയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ അവർ തമ്മിലൊന്നും ഒരു പ്രശ്നം ഇഷ്യൂ ഒന്നുമില്ല. അതായത് പണ്ടത്തെ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് പല ഫാൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ മമ്മൂട്ടിയും തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നമില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ തമ്മിലെടുത്ത് വിജയ് സൂര്യ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലൊരു പ്രശ്നമില്ല. അതുപോലെ മലയാള സിനിമയിലെ പുതുമുഖ നായകന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരാർക്കും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഇവനാണോ പ്രശ്നം, ഇതിൽ വീഡിയോ ചെയ്യണേ എനിക്കാണോ പ്രശ്നം, ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കാണോ പ്രശ്നം, ആർക്കാണ് പ്രശ്നം പറ. ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാണണം. ബൈ.